മേഖലകളിൽ ലഹരിമരുന്നിന്റെ വിപണനവും കടത്തും തടയുന്നതിനായി രൂപീകരിച്ച സിറ്റി ഡാൻസ് ഓഫ് ടീം നടത്തിയ അതീവ സാഹസികവും തന്ത്രപരവുമായ നീക്കത്തിലൂടെ വിഴിഞ്ഞത്ത് വൻ കഞ്ചാവ് വേട്ടയാണ് അരങ്ങേറിയത്. കുടുംബത്തോടൊപ്പം വിനോദയാത്രയ്ക്ക് പോയി മടങ്ങുകയാണെന്ന വ്യാജേനെ ചെറിയ കുട്ടികളെ പോലെ വരയാക്കി കഞ്ചാവ് കടത്താൻ ശ്രമിച്ച ക്രിമിനൽ സംഘത്തെയാണ് പോലീസ് വരയിലാക്കിയത്. കഴിഞ്ഞ ദിവസം വെങ്ങാനൂർ നെല്ലിവിള ക്ഷേത്രത്തിന് സമീപം വെച്ച് നടന്ന മിന്നൽ പരിശോധനയിൽ കാറിൽ കടത്താൻ ശ്രമിച്ച 21 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് വലിയവേളി സ്വദേശികളായ ഒരു കുടുംബത്തിലെ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 38 വയസ്സുകാരനായ കാർലോസ്, ഭാര്യ 33 വയസ്സുകാരി ബിന്ദുവിന്റെ മാതാവായ 60 വയസ്സുകാരി ദമയന്തി എന്നിവരാണ് പോലീസിന് പിടിയിലായത്. ലഹരിക്കടത്ത് തടയുന്നതിനുള്ള കർശനമായ പരിശോധനകൾക്കിടയിലും പരിശോധകരുടെ കണ്ണുവെട്ടിക്കാൻ പിഞ്ചു കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചു എന്നത് കുറ്റകൃത്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്ന് വൻതോതിൽ കഞ്ചാവ് ശേഖരിച്ച് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്യുന്നതിനായി എത്തിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരം സിറ്റി ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. പ്രതികൾ സഞ്ചരിച്ചിരുന്ന KL 01 CR 8844 എന്ന നമ്പറിലുള്ള വാഗണർ കാർ തമിഴ്നാട് അതിർത്തി കടന്നത് മുതൽ പോലീസ് സംഘം നിഴലായി പിന്തുടരുന്നുണ്ടായിരുന്നു. രാത്രി ഏകദേശം 9:30 മണിയോടെ വെങ്ങാനൂർ നെല്ലിവിള ക്ഷേത്രത്തിന് സമീപം വെച്ച് സംഘം വാഹനം തടഞ്ഞു. ഈ സമയം കാറിൽ പ്രതികൾക്കൊപ്പം ഇവരുടെ 3 ചെറിയ കുട്ടികളും ഉണ്ടായിരുന്നു. പോലീസ് വാഹനം തടഞ്ഞപ്പോൾ തമിഴ്നാട്ടിൽ കുട്ടികളുമായി വിനോദയാത്ര പോയി മടങ്ങുകയാണെന്നും തങ്ങൾ കുടുംബമായി യാത്ര ചെയ്യുകയാണെന്നുമാണ് ഇവർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. കുട്ടികളുടെ സാന്നിധ്യമുള്ളതിനാൽ പോലീസ് പരിശോധനയിൽ നിന്ന് ഒഴിവായി കിട്ടുമെന്നായിരുന്നു പ്രതികളുടെ കണക്കുകൂട്ടൽ. എന്നാൽ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എത്തിയ ഡാൻസ് ഓഫ് സംഘം കാർ വിശദമായി പരിശോധിക്കാൻ തന്നെ തീരുമാനിച്ചു. കാറിന്റെ ഡിക്കി തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ലഹരിക്കടത്തിന്റെ യഥാർത്ഥ ചിത്രം പുറത്തു വരുന്നത്. ഡിക്കിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്യൂട്ട് കേസുകൾ അതിവിദഗ്ധമായ പാക്കറ്റുകളിലാക്കി ഒളിപ്പിച്ച നിലയിലായിരുന്നു 21 കിലോ കഞ്ചാവ്. സ്യൂട്ട് കേസിനുള്ളിൽ തുണികൾ മറ്റും ഇടയിലാണ് കഞ്ചാവ് പൊതികൾ വെച്ചിരുന്നത്. പോലീസ് തങ്ങളെ സംശയിക്കില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന പ്രതികൾ കഞ്ചാവ് പിടിച്ചെടുത്തതോടെ മറുപടി ഒന്നുമില്ലാതെ പകച്ചു നിന്നു. വിനോദയാത്രയെന്ന വ്യാജേന നടത്തിയ ഈ നീക്കം ലഹരിക്കടത്ത് സംഘങ്ങൾ സ്വീകരിക്കുന്ന പുതിയ രീതികളെയാണ് വെളിപ്പെടുത്തുന്നത്. പിടിക്കപ്പെടാതിരിക്കാൻ കുടുംബത്തെയും കൊച്ചുകുട്ടികളെയും മറയാക്കുന്നത് ലഹരി മാഫിയ എത്രത്തോളം ആഴത്തിൽ സമൂഹത്തിൽ വേരൂന്നിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. പള്ളിച്ചൽ വെങ്ങന്നൂർ റൂട്ടിലൂടെ ബൈപ്പാസ് കടന്ന് വലിയ വേളിയിലേക്ക് പോകാനായിരുന്നു ഇവരുടെ പദ്ധതി. നെല്ലിവിള ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതിനാൽ ആ ഭാഗത്ത് തിരക്കുണ്ടാകുമെന്നും അത്തരമൊരു സാഹചര്യത്തിൽ പോലീസിന്റെ ശ്രദ്ധ അങ്ങോട്ട് തിരിയുമെന്നും കരുതിയാണ് ഇവർ ഈ ഇടവഴികൾ തിരഞ്ഞെടുത്തത്. എന്നാൽ ഡാൻസ് ഓഫ് ടീം ഇവരുടെ ഓരോ നീക്കവും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പിടിയിലായ പ്രതികൾ ലഹരിക്കടത്ത് മേഖലയിൽ മുൻപും സജീവമായിരുന്നുവെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത്. കാർലോസിനെ മുൻപ് കഞ്ചാവ് കടത്തിയ കേസിൽ എക്സൈസ് സംഘം പിടികൂടിയിട്ടുണ്ട്. ബിന്ദുവിനെ വെറും 2 മാസം മുമ്പ് 4 കിലോ കഞ്ചാവുമായി ഡാൻസ് ഓഫ് സംഘം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് വെട്ടുകാട് ബാലൻ നഗറിൽ വെച്ച് ഓട്ടോറിക്ഷയിൽ കഞ്ചാവ് കടത്തുന്നതിനിടയിലാണ് ഇവർ പിടിയിലായത്. എന്നാൽ നിയമത്തിന്റെ പഴുതുകളിലൂടെ പുറത്തിറങ്ങി ഇവർ വീണ്ടും ഇതേ തൊഴിലിൽ തന്നെ ഏർപ്പെടുകയായിരുന്നു. ഈ കുടുംബം ലഹരിക്കടത്തിന് ഒരു വരുമാന മാർഗമായി സ്വീകരിച്ചിരിക്കുകയായിരുന്നു എന്നാണ് പോലീസ് കരുതുന്നത്. തമിഴ്നാട്ടിലെ ലഹരി മൊത്ത കച്ചവടക്കാരിൽ നിന്ന് തുച്ഛമായ വിലയ്ക്ക് കഞ്ചാവ് വാങ്ങി കേരളത്തിലെത്തിച്ച് ചെറുകിട കച്ചവടക്കാർക്കും യുവാക്കൾക്കും വൻ വിലയ്ക്ക് വിൽക്കുന്നതാണ് ഇവരുടെ രീതി. ഉത്സവ സീസൺ പ്രമാണിച്ച് നഗരത്തിൽ കഞ്ചാവിന് ആവശ്യക്കാർ കൂടുമെന്ന് മനസ്സിലാക്കിയാണ് ഇവർ ഇത്രയും വലിയൊരു ശേഖരം എത്തിച്ചത്. കസ്റ്റഡിയിലെടുത്ത പ്രതികളെയും കഞ്ചാവ് വാഹനവും വിഴിഞ്ഞം പോലീസിന് കൈമാറി. NDPS നിയമപ്രകാരം ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ലഹരിക്കടത്തിനായി ഉപയോഗിച്ച വാഹനം കണ്ടുകെട്ടാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. വിനോദസഞ്ചാരത്തിന്റെയും തീർത്ഥാടനത്തിന്റെയും മറവിൽ അതിർത്തി കടന്നു വരുന്ന വാഹനങ്ങളിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ വരും ദിവസങ്ങളിലും കർശനമാക്കാനാണ് സിറ്റി പോലീസിന്റെ തീരുമാനം. കുട്ടികളെയും പ്രായമായവരെയും വാഹനങ്ങളിൽ കയറ്റി പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സംഘങ്ങൾ നിരീക്ഷണത്തിലാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു.